പ്രിയ കൂട്ടുകാരെ, നമ്മുടെ വായന തുടരുകയാണ്. നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. ഞങ്ങൾക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനായി പത്രോസ് സത്രത്തിലേക്ക് തിരിച്ചുപോയ സമയത്ത് ഞാൻ അവിടെ തനിയെയിരുന്നു. അവൻ തിരികെ വന്നപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉടമസ്ഥൻ പണമൊന്നും സ്വീകരിച്ചില്ല. അവൻ പറയുന്നു, ഇതൊരു സമ്മാനമാണെന്ന്. പിന്നെ ഇന്ന് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആ മനുഷ്യൻ അങ്ങയോട് നന്ദി പറയുവാൻ പറഞ്ഞു. തൻ്റെ ആഗ്രഹങ്ങളൊക്കെ അപ്രത്യക്ഷമായി സുഖം പ്രാപിച്ചുവെന്ന് അവൻ അറിയുന്നു. കർത്താവേ, അങ്ങ് ഈ നഗരത്തിൽ ഒരുപാട് പ്രവർത്തിച്ചു. അങ്ങേക്ക് ഈ നഗരത്തിൽ ഒരുപാട് സുഹൃത്തുക്കളുമുണ്ട്, റോമാക്കാരടക്കം. ഒരുപാട് പേർക്ക് എൻ്റെ പിതാവിൻ്റെ സ്നേഹം അനുഭവമാക്കുവാൻ സാധിച്ചു എന്നത് സന്തോഷമുള്ള കാര്യമാണ്. ഒരു നാൾ എല്ലാവരും ദൈവസ്നേഹത്തിൻ്റെ ആഴം അറിയാൻ ഇടയാകും. എന്നാൽ ഇന്നിവിടെ ഉണ്ടായിരുന്ന ആളുകളെപ്പോലെ എല്ലാവരും അത് സ്വീകരിക്കാൻ തയ്യാറാവുകയില്ല. പത്രോസിനെ ഇത് ഗ്രഹിക്കാനാകാത്തതിനാൽ അതുകൊണ്ട് ഞാൻ വിശദീകരിച്ചു. ഒരു നാൾ സ്നേഹത്താൽ നിറയപ്പെട്ട് ദൈവം തൻ്റെ ഹൃദയം മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്യും. എന്നാൽ എല്ലാവരും അത് സ്വീകരിക്കില്ല. പലരും അത് നിരസിക്കും, മറ്റു ചിലർ നിന്ദിക്കും. എന്നാൽ അവസാനം ദൈവത്തിൻ്റെ സ്നേഹം എല്ലാറ്റിനെയും മറികടക്കും. എന്നിട്ട് ദൈവത്തിൻ്റെ പാപമോചനത്താൽ പൂരിതരാകേണ്ടതിന് പലരും മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതേ കർത്താവേ, പത്രോസ് വലിയ നിശ്ചയമൊന്നുമില്ലാതെ പറഞ്ഞു. പത്രോസേ, ഒരിക്കൽ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ണുകൾ പൂട്ടി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിച്ചു. ശിഷ്യന്മാർ ആ ഭവനത്തിലെത്തിയപ്പോൾ സൂര്യനിശ്ചിതയുണ്ടായിരുന്നുള്ളൂ. പുറപ്പെടുവാൻ തയ്യാറായി പത്രോസിനോടൊപ്പം അവരെ കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ. ഞങ്ങൾ പുറപ്പെടുമ്പോൾ നഗരം ഉണർന്നു തുടങ്ങിയിരുന്നു. വായുവിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ ഗന്ധം. ആളുകൾ പുതിയ ദിവസത്തിനായി തയ്യാറെടുക്കുകയാണ്. മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ കുറച്ച് മണിക്കൂറുകൾ നടന്നു. ഹൃദയം സ്വകാര്യതയിൽ ഈശ്വരനെ സമർപ്പിക്കുകയായിരുന്നു ഓരോരുത്തരും. എന്നാൽ യൂദാസ് മാത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ലഭിച്ച പണത്തിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടാണ് നടന്നത്. ദൂരെ മലനിരകൾ ദൃഷ്ടിയിൽപ്പെട്ടു. അപ്പോൾ ഞാൻ സ്നേഹിതരോട് പറഞ്ഞു, ഞാൻ മലയിലേക്ക് പോവുകയാണ്. വരുന്ന 3 ദിവസങ്ങൾ ഞാൻ അവിടെ ആയിരിക്കും. കുറച്ചുകൂടി മുമ്പോട്ട് ചെന്നതിന് ശേഷം ഞാൻ തിരിച്ചു വരുന്നത് വരെ നിങ്ങൾക്ക് താമസിക്കാൻ ഒരിടം കണ്ടെത്തണം. പത്രോസ് പറഞ്ഞു, 3 ദിവസം എന്നത് നീണ്ട സമയമാണ് കർത്താവേ. ഞങ്ങളെ ഒരാൾ കൂടി വരട്ടെയോ? എൻ്റെ സ്നേഹിതരെ, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ പിതാവിനോട് കൂടിയായിരിക്കും. 3 ദിവസം പെട്ടെന്ന് കടന്നു പോവുകയും ചെയ്യും. എൻ്റെ മറുപടി പറഞ്ഞു കേട്ട പത്രോസ് പിന്നെ ഒന്നും പറഞ്ഞില്ല. എന്നെ കടാക്ഷിക്കുക മാത്രം ചെയ്തു. ഞാൻ മനസ്സ് മാറ്റുകയില്ലെന്ന് അവൻ നന്നായി അറിഞ്ഞിരുന്നു. മധ്യാഹ്നമായപ്പോഴേക്കും ശിഷ്യന്മാർക്ക് താമസിക്കാൻ പറ്റിയ ഒരിടം ഞങ്ങൾ കണ്ടുപിടിച്ചു. മീനുകൾ നീന്തി തുടിക്കുന്ന ഒരു കുഞ്ഞരുവിയും തണലേകുന്ന മരങ്ങളാൽ നിറഞ്ഞ തീരവും. വളരെ അനുയോജ്യമായ ഒരിടമായിരുന്നു അത്. ഞാൻ 3 ദിവസത്തിനകം മടങ്ങി വരും. എന്നെക്കുറിച്ച് വ്യാകുലപ്പെടരുത്. നിങ്ങൾ പരസ്പരം തർക്കിക്കാതിരിക്കാൻ ശ്രമിക്കണം. അവർ തമ്മിൽ, വിശിഷ്യ യൂദാസുമായി തർക്കങ്ങളുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു. യാക്കോബ് ഒരു സഞ്ചിയിൽ ഭക്ഷണവും കുറച്ച് വെള്ളവുമായി എൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഇതാ കർത്താവേ, അവിടെയായിരിക്കുമ്പോൾ ഇത് ആവശ്യം വരും. ഞാൻ നന്ദി പറഞ്ഞപ്പോൾ അവൻ സന്തോഷവാനായി. ഞാൻ ശിഷ്യന്മാരെ വിട്ട് മലയിലേക്ക് പോയി. അന്തരീക്ഷത്തിൽ വിറങ്ങലിക്കുന്ന തരം ഒരു കുളിര്. സാത്താൻ അരികിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. മലയുടെ അടിവാരത്തിൽ എത്തുന്നതുവരെ പിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നടന്നത്. അവിടെ പിതാവ് എനിക്ക് ദർശനം തന്ന ഗുഹ മുന്നിൽ കണ്ടു. അതിനുള്ളിൽ പ്രവേശിച്ച് കൈവശം ഉണ്ടായിരുന്ന സാധനങ്ങൾ നിലത്ത് വെച്ച് പ്രാർത്ഥനയ്ക്കൊരുങ്ങി. അന്തരീക്ഷത്തെ തണുപ്പിച്ചുകൊണ്ട് പുറത്ത് ഭയങ്കര മഴ പെയ്യാൻ ആരംഭിച്ചു. ചൂട് പകരുന്നതിനായി ഞാൻ കമ്പിളി എടുത്തു ചുറ്റി. പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു. ഇടയ്ക്കിടെ മിന്നുന്ന കൊള്ളിയാൻ്റെ വെളിച്ചത്തിൽ ഗുഹ പ്രകാശിക്കുന്നുണ്ട്. മലയിലെ ആ കൊച്ചു സ്വർഗത്തിൽ ഞാനല്ലാതെ മറ്റാരുമില്ല. കുറച്ചു കഴിഞ്ഞ് മേഘങ്ങൾ ചന്ദ്രനെ മൂടി. രാത്രി കൂടുതൽ ഇരുണ്ടതായി തീർന്നു. അപ്പോൾ അതാ മുമ്പിൽ എൻ്റെ പിതാവ്. യേശുവാ, എൻ്റെ പുത്ര, പിതാവ് വിളിച്ചു. ഇവിടെ എന്നോടൊത്ത് നീ വിശ്രമിക്കുക. അപ്പോൾ അവിടുത്തെ സ്നേഹത്തിൻ്റെ ഇളം ചൂട് എനിക്ക് അനുഭവപ്പെടുകയും തണുപ്പ് ഇല്ലാതാവുകയും ചെയ്തു. രാത്രിയിലുടനീളം ഞാൻ ഉറക്കത്തിലേക്കും ഉണർവിലേക്കും മാറി മാറി വഴുതി വീണുകൊണ്ടിരുന്നു. നേരം പുലരവേ ഒരു മനുഷ്യൻ ഗുഹയിലേക്ക് കയറി വന്നു. എനിക്ക് അഭിമുഖമായിരുന്ന് അത് പിശാചാണെന്ന് ഞാൻ മനസ്സിലാക്കി. യേശുവേ, താങ്കൾ എന്തിനാണ് ഇപ്രകാരം ഒരു ജീവിതം നയിക്കുന്നത്? ധാരാളം സുഖം അനുഭവിക്കുവാൻ സാധിക്കുമായിരുന്നിട്ടും അങ്ങ് എന്തിനാണ് ദാരിദ്ര്യത്തിൽ കഴിയുകയും ഗുഹയിൽ ഉറങ്ങുകയും ചെയ്യുന്നത്? രാജാവായിരുന്നിട്ടും ഒന്നുമില്ലാത്തതിനെ പോലെ ആയിരിക്കുന്നത് അത്ര സുഖമുള്ള കാര്യമാണോ? അവൻ ചോദിച്ചു. നോക്കുമ്പോൾ അനുകമ്പാർദ്രമായ തോന്നിപ്പിക്കുന്ന അവൻ്റെ മുഖത്ത് വെറുപ്പും തിന്മയും ദുഷ്ടതയും ഒളിഞ്ഞിരിക്കുന്നത് കാണായി. എൻ്റെ രാജ്യം നിനക്കൊരിക്കലും കീഴടക്കാനാവാത്തതാണ്. ഞാൻ പറഞ്ഞു. ഞാൻ കീഴടക്കും. ഞാൻ നിന്നെ നശിപ്പിക്കും. അവൻ വിഷം വമിച്ചുകൊണ്ട് ആക്രോശിച്ചു. നീ ഒരു കുഞ്ഞാട്, ഞാൻ ചെന്നായും, ഞാൻ നിന്നെ കടിച്ച് ചീന്തും. അവൻ ഭീഷണിപ്പെടുത്തി. സാത്താനെ, ദൂരെ പോ, ഞാൻ കൽപ്പിച്ചു. തൽക്ഷണം അവൻ പോയി. നോക്കൂ, ദൈവത്തിൻ്റെ ശക്തിയെ അവൻ എത്രമാത്രം ഭയപ്പെടുന്നു. ഞാൻ കുറച്ചു സമയം ഉറങ്ങി. ഗുഹയ്ക്കുള്ളിൽ സൂര്യപ്രകാശം ദർശിച്ചുകൊണ്ടാണ് ഉണർന്നത്. തെളിഞ്ഞു പ്രകാശിക്കുന്ന പകലിൻ്റെ ഊഷ്മതയിലേക്ക് ഞാൻ ഇറങ്ങി. ശൈത്യവും കാറ്റും സാത്താനോടൊപ്പം അപ്രത്യക്ഷമായിരിക്കുന്നു. കുറച്ചു ദൂരം മല കയറണം ഞാൻ തീരുമാനിച്ചു. കയറിക്കഴിഞ്ഞ് ഞാൻ ഒരിടത്തിരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ചു. സൃഷ്ടി എത്ര മനോഹരം! പിതാവിൻ്റെ വിസ്മയകരമായ ദാനമാണത്. മനുഷ്യന് ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം സൃഷ്ടിയിലൂടെ ഒരുക്കിയ പിതാവിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രധാന മാലാഖയായി മിഖായേൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നിലമുട്ടെ താണു വണങ്ങി. കർത്താവെ, അവൻ പറഞ്ഞു, അങ്ങ് കൽപ്പിച്ചാലും മിഖായേൽ, ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ എൻ്റെ സ്നേഹിതർക്ക് കാവലായിരിക്കണം. എന്തെന്നാൽ അവർ പിശാചിനാൽ ആക്രമിക്കപ്പെടും എന്ന് ഞാൻ അറിയുന്നു.
എൻ്റെ സ്നേഹപൂർണ്ണമായ കൽപ്പന കേട്ട് അവൻ പോയി. അരികിലൂടെ പറന്നുപോയ ഒരു കുഞ്ഞിക്കിളി തിരികെ വന്ന് പാട്ട് പാടിക്കൊണ്ട് എൻ്റെ മുമ്പിലായി ഭൂമിയിൽ നിലത്തിരുന്നു. അത് പാടിയത് കേട്ട് മറ്റൊരു പക്ഷിയും കൂടെ ചേരുവാനെത്തി. പിന്നെ മറ്റൊരു കിളിയും. താമസിയാതെ എൻ്റെ മുമ്പിൽ അനേകം കിളികൾ. മധുരഗാനം ആലപിച്ചുകൊണ്ട് അവ നിന്നു. ദൈവസ്നേഹം സൃഷ്ടിയിൽ ചാലിച്ച വിസ്മയങ്ങളാണിതൊക്കെ. കിളിപ്പാട്ടിൽ നിറഞ്ഞു നിന്ന സ്നേഹത്തിൻ്റെ മധുരസ്വരം എന്നെ ആനന്ദഭരിതനാക്കി. എന്നാൽ ഇതുപോലെ തങ്ങളുടെ മുമ്പിൽ വരുന്ന കൊച്ചു കൊച്ചു അത്ഭുതങ്ങൾ മനുഷ്യർ പലപ്പോഴും അവഗണിക്കുകയാണല്ലോ എന്നോർത്തപ്പോൾ എനിക്കല്പം ദുഃഖം തോന്നി. കൈ നീട്ടിയപ്പോൾ ആദ്യത്തെ പക്ഷി ചാടിക്കയറി ഇരുന്നിട്ട് എന്നെ നോക്കി ചിരിച്ചു. പിന്നെ അവൻ്റെ കൂട്ടുകാരെല്ലാം എൻ്റെ ചുമലിലും തലയിലും കൈകളിലും കയറി ഇരിപ്പായി. ആ സ്നേഹത്തിൻ്റെ നിമിഷങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു. പിന്നീട് ഗുഹയിലേക്ക് തിരിച്ചു പോയപ്പോൾ പക്ഷികളും എന്നെ അനുഗമിച്ചു. മധുരമായി പാടിക്കൊണ്ട് അവ പുറത്തുകൂടി പറന്നു നടന്നു. ഭക്ഷണസഞ്ചിയിൽ നിന്ന് അല്പം അപ്പം എടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഈ കുഞ്ഞു കൂട്ടുകാർക്ക് അവർ എനിക്ക് സംഗീതത്തിലൂടെ സമ്മാനിച്ച ആനന്ദത്തിന് പ്രതിഫലമായി നിലത്തെറിഞ്ഞു കൊടുത്തു. സന്ധ്യ. ഞാൻ പ്രാർത്ഥനയിലായിരുന്നു. ആ ഗുഹയിൽ ചെറിയൊരു തീ ഞാൻ കൂട്ടി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തീയിൽ നിന്ന് ഭംഗിയുള്ള ഒരു പ്രാവ് ഉയരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ പിതാവ് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്നേഹത്തിൽ ഒരുമിച്ചപ്പോൾ അത് ത്രിത്വത്തിൻ്റെ സ്നേഹമായി. എൻ്റെ അസ്തിത്വം മുഴുവനിലും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹവും എൻ്റെ സ്നേഹവുമായി ഏക സ്നേഹം മാറ്റിൽ കൊണ്ടു. പിന്നീട് ഒറ്റയ്ക്കായപ്പോഴേക്കും നേരം വെളുത്തിരുന്നു. എനിക്കായി ഒരു പ്രഭാതഗീതം ആലപിക്കുകയായിരുന്നു എൻ്റെ കൂട്ടുകാരായ പക്ഷികൾ. ഞാൻ പുറത്തിറങ്ങി. പക്ഷികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. ഒരുപാട് വർദ്ധിച്ചതിനാൽ അവയ്ക്ക് ഒരു മരത്തിൻ്റെ ചില്ല താഴ്ന്നു പോയി. സ്നേഹത്തിൻ്റെ ആ സ്വരലയം വീണ്ടും സൃഷ്ടിയുടെ ആനന്ദത്താൽ എൻ്റെ ഉള്ളത്തെ പൂരിതമാക്കി. പിതാവിൻ്റെ സ്നേഹം എല്ലായിടത്തും ദർശിച്ചപ്പോൾ ഞാൻ പുഞ്ചിരിച്ചു. യാത്രാമൊഴി പാടുന്ന ഈ പറക്കുന്ന കൂട്ടുകാരോടും യാത്രയും പറഞ്ഞ് എൻ്റെ വസ്തുക്കളൊക്കെ എടുത്തുകൊണ്ട് ഞാൻ ശിഷ്യന്മാരുടെ പക്കലേക്ക് തിരികെ പോയി. തിരിച്ചവിടെ ചെല്ലുമ്പോൾ അവർ വഴക്കുണ്ടാക്കിയതായിട്ടാണ് കണ്ടത്. യൂദാസിൻ്റെ കണ്ണ് ചതഞ്ഞു വീർത്തിരിക്കുന്നു. അന്ത്രയോസിൻ്റെ ചുണ്ടുകളും. ബർത്തലോമിയോയുടെ വാ മുറിഞ്ഞിട്ടുണ്ട്. എന്താണുണ്ടായത്? ഇങ്ങനെ ചോദിച്ചെങ്കിലും എന്താണുണ്ടായതെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. പത്രോസ് മറുപടി പറഞ്ഞു. അങ്ങ് പോയതിനു ശേഷം പിറ്റേന്ന് നേരം വെളുക്കുന്നതുവരെ എല്ലാം ശാന്തമായിരുന്നു. പെട്ടെന്ന് എല്ലാവരും ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് തർക്കിക്കാൻ തുടങ്ങി. അന്ത്രയോസും ബർത്തലോമിയും യൂദാസും തമ്മിൽ അടിയായി. അവർ പരസ്പരം കൊല്ലുമെന്നാണ് ഞാൻ കരുതിയത്. അവരെ തടയാൻ ശ്രമിക്കുമ്പോൾ എനിക്കും വല്ലാത്ത കോപം വന്നു. ഞാനും തർക്കിക്കാൻ ആരംഭിച്ചു. എന്നാൽ പെട്ടെന്ന് എനിക്കൊരു മാറ്റമുണ്ടായി. ഞാൻ ശാന്തനായി. അതോടെ എല്ലാവരും നിശബ്ദരാകുകയും തർക്കം അവസാനിപ്പിക്കുകയും ചെയ്തു. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഇത്രയധികം വെറുപ്പുളവായ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. ശാന്തിയും സമാധാനം കയറുന്നു. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും അതിനുശേഷം ഞങ്ങൾ വീണ്ടും സ്നേഹിതരായി. അതേ കർത്താവേ, ഞങ്ങൾ അങ്ങനെ തന്നെയാണ്, യാക്കോബ് പറഞ്ഞു. അപ്പോൾ മത്തായി കൂട്ടിച്ചേർത്തു. എല്ലാം വളരെ അസാധാരണമായിരുന്നു കർത്താവേ. ആദ്യത്തെ ഏതാനും നിമിഷങ്ങളിൽ വല്ലാത്ത കോപവും അടുത്ത നിമിഷങ്ങളിൽ സമാധാനവും. യാക്കോബ് പിടിച്ച മീനിൻ്റെ വലുപ്പത്തെക്കുറിച്ച് അവനുമായി തർക്കിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത കോപമുണ്ടായി. അവനെ ഇടിക്കണമെന്ന് തോന്നി. പക്ഷേ ഇപ്പോൾ എനിക്ക് അതേക്കുറിച്ച് ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നു. യാക്കോബ് ഇടയ്ക്ക് കയറി പറഞ്ഞു. കർത്താവേ, എൻ്റെ സ്നേഹിതനായിരുന്നിട്ടും മത്തായിയോട് വഴക്കിടാനാണ് എനിക്കും തോന്നിയത്. യൂദാസ് പറഞ്ഞു. എനിക്കിപ്പോഴും കുറച്ച് ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട്. എൻ്റെ കണ്ണ് കണ്ടോ? അവനിപ്പോഴും കുറച്ച് ദ്വേഷം ബാക്കി വെച്ചിരിക്കുന്നല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് സങ്കടം തോന്നി. യോഹന്നാൻ ചോദിച്ചു. ഇതിൻ്റെ കാരണം എന്താണെന്ന് അങ്ങ് അറിയുന്നുവോ? കർത്താവേ, എൻ്റെ സ്നേഹിതരെ, പിശാച് നിങ്ങളെ ആക്രമിക്കുകയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉളവാക്കുകയും ചെയ്തതാണ്. പരസ്പരം മുറിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഹൃദയത്തിൽ വിദ്വേഷമുള്ളവയെ ചേരുന്നതിന് വേണ്ടിയായിരുന്നു ഈ തന്ത്രം. ഞാൻ അവിടെ ഇല്ലായിരുന്ന സമയത്ത് തിരിച്ചെത്തിയ ഫിലിപ്പോസ് ചോദിച്ചു. പക്ഷേ ഇതെങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് അവസാനിച്ചത്? കാറ്റ് ഗതി പെട്ടെന്ന് മാറ്റിയതുപോലെയായിരുന്നു സംഭവം. ഒരു നിമിഷം പൈശാചിക ശക്തിയാൽ ആഞ്ഞടിക്കുകയും അടുത്ത നിമിഷം സ്നേഹത്താൽ വീശുകയും ചെയ്യുന്ന ഒരു കാറ്റ് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പിശാച് ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ പിതാവ് നിങ്ങളെ കാത്തു സംരക്ഷിക്കുന്നതിനായി ഒരു മാലാഖയെ അയച്ചു. ഞാൻ പറഞ്ഞു. അവൻ്റെ പേര് മിഖായേൽ എന്നായിരുന്നോ? ശിമിയോൻ ചോദിച്ചു. കാരണം വായുവിൽ ഇങ്ങനെ ഒരു നാമം ഉച്ചരിക്കുന്നത് ഞാൻ കേട്ടു. അതെ എൻ്റെ സ്നേഹിത, അത് മിഖായേലായിരുന്നു. യഥാർത്ഥത്തിൽ സ്വർഗത്തിലെ രാജകുമാരനാണ് അവൻ. യൂദാസ്കറിയാത്തയല്ല. പറഞ്ഞു. അവൻ വന്നത് എന്തുകൊണ്ടും നന്നായി. അത്രയ്ക്ക് ഭയാനകമായിരുന്നു ഇവിടുത്തെ കാര്യം. സ്വർഗത്തിൽ ഒരുപാട് മാലാഖമാരുണ്ട്. നിങ്ങളുടെ സംരക്ഷണത്തിനും കാവലിനും അവരെ വിളിച്ചാൽ മതി. അവർ വരും. ഞാൻ പറഞ്ഞു. പക്ഷേ ഇക്കാലത്ത് ആരും തന്നെ മാലാഖമാരെ വിളിക്കാറൊന്നുമില്ലല്ലോ. സംശയങ്ങളുടെ സ്വരത്തിൽ തോമസ് പറഞ്ഞു. അത് ശരിയാണ് തോമസ്. എന്നാൽ മാലാഖമാർ സഹായിക്കുന്നതായി കാത്തു നിൽക്കുകയാണ്. നിങ്ങൾ ചോദിച്ചാൽ മാത്രം മതി. പലരും മാലാഖമാരുടെ കാര്യം മറന്നുപോകുന്നുവെന്ന് ലജ്ജാവഹമാണ്. എക്കാലവും മനുഷ്യർക്കായി മാലാഖമാർ എന്തൊക്കെ ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്ദേശവാഹകരാണ് അവർ. മനുഷ്യർ കാവൽക്കാരാണ്. പക്ഷേ പലരും അവരെ നിരസിക്കുന്നു. ഇതുതന്നെയല്ലേ ദൈവത്താൽ നൽകപ്പെടുന്ന ദാനങ്ങളുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്? ഇവയൊക്കെ മനുഷ്യരാൽ നിരസിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്യുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കാവൽമാലാഖരോട് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുവിൻ. അവൻ്റെ സഹായത്തിനായി പ്രാർത്ഥിക്കുവിൻ. ദൈവസ്നേഹത്തിൽ നിലനിൽക്കുന്നതിന് അവൻ്റെ സംരക്ഷണം പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുവിൻ. സ്വർഗീയ രാജകുമാരനായ മിഖായേൽ ഇപ്പോൾ ഇവിടെ പൊരുതി വിജയിച്ച യുദ്ധത്തെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. നമ്മുടെ വായന ഇന്നിവിടെ അവസാനിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. അടുത്ത ദിവസം നമുക്ക് ഒരുമിക്കാം.